നമ്മൾ ഈ മെൻ്റൽ ഹെൽത്തിനെ പറ്റി പറയുമ്പോൾ ആദ്യം നമ്മൾ കേൾക്കുന്നത് തോന്നലാണ് എന്ന് പറയുന്നതാണ്. അപ്പം ശരിക്കും ഇതൊരു തോന്നലാണോ? എന്താണ് ആക്ച്വലി മെൻ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ മെൻ്റൽ ഇൽനെസ്? ഫിസിക്കൽ ഇൽനെസ് ഭയങ്കര എവിഡൻ്റ് ആണ് അല്ലേ. നമുക്കത് ലൈക്ക് ബോഡിയിലാണെങ്കിലും ഒരു സ്കാനിൽ കൂടെയോ അല്ലെങ്കിൽ ഫീവർ ആണെങ്കിലും നമുക്കൊരു ടെമ്പറേച്ചർ ചെക്ക് ചെയ്തൊക്കെ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും. പക്ഷേ മെൻ്റൽ ഇൽനെസ് പറയുമ്പോൾ കുറച്ചുകൂടി ട്രിക്കിയറാണ് അല്ലേ. നമുക്കത് അത്രയും ഈസി ആയിട്ട് കാണാനും പറ്റില്ല. ആൻഡ് സോ ഇറ്റ്സ് ലെസ് ഈസി ടു ഡിറ്റക്റ്റ്. ഇവിടെ ആൾക്കാർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഒരു ഇപ്പോൾ പറഞ്ഞ പോലെ വീഡിയോസ് ഉണ്ട് ടു ബിൽഡ് അവയർനെസ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ സ്റ്റിഗ്മ എന്തായാലും കുറച്ചും കൂടെ ഒരു റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആക്സെപ്റ്റൻസ് ഐ ഫീൽ ഇസ് സ്റ്റിൽ യെറ്റ് അനദർ സ്റ്റെപ്പ് അല്ലേ. അവിടെ എത്താൻ ഇറ്റ് മേ ബി എ ലോങ്ങർ പ്രോസസ്. ഡിപ്രഷൻ പോലെ ഒരു സ്റ്റേജിലൂടെ അല്ലെങ്കിൽ ഒരു ആൻസൈറ്റി അല്ലെങ്കിൽ ഒരു OCD അവരുടെ ഉള്ളിൽ നമുക്കിങ്ങനെ പറയാൻ പറ്റുമോ? ഇവരിതൊക്കെയാണ് ചിന്തിക്കാൻ സാധ്യത, ഇവരുടെ ഉള്ളിൽ ഇത്രയും വലിയ പ്രശ്നങ്ങളിലൂടെ ആയിരിക്കും ഇവർ കടന്നു പോവുക, അങ്ങനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഒരു പ്രോപ്പർ സ്ലീപ്പ് അല്ലെങ്കിൽ പ്രോപ്പർ ഒരു ഈറ്റിംഗ് ഹാബിറ്റ്സ്, ഇതൊക്കെ ദെയർ ലൈഫ് സ്റ്റൈൽ ചോയ്സസ് അല്ലേ. പക്ഷേ ഇതൊക്കെ ക്യാൻ എഫക്റ്റ് യുവർ മെൻ്റൽ ഹെൽത്ത്. നമ്മൾ ഈ മെൻ്റൽ ഹെൽത്തിനെ പറ്റി പറയുമ്പോൾ ആദ്യം നമ്മൾ കേൾക്കുന്നത് തോന്നലാണ് എന്ന് പറയുന്നതാണ്. അപ്പം ശരിക്കും ഇതൊരു തോന്നലാണോ? എന്താണ് ആക്ച്വലി മെൻ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ മെൻ്റൽ ഇൽനെസ്? ഓക്കെ, സോ തീർച്ചയായിട്ടും അത് ഒരു തോന്നലല്ല. സോ ഇതിൽ നമ്മൾ ബേസിക്കലി എന്താ, നമ്മൾ ഫിസിക്കൽ ഇൽനെസ്സും മെൻ്റൽ ഇൽനെസ്സും നോക്കുകയാണെങ്കിൽ ഫിസിക്കൽ ഇൽനെസ് ഭയങ്കര എവിഡൻ്റ് ആണ് അല്ലേ. നമുക്കത് ലൈക്ക് ബോഡിയിലാണെങ്കിലും ഒരു സ്കാനിൽ കൂടെയോ അല്ലെങ്കിൽ ഫീവർ ആണെങ്കിലും നമുക്കൊരു ടെമ്പറേച്ചർ ചെക്ക് ചെയ്തൊക്കെ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും. പക്ഷേ മെൻ്റൽ ഇൽനെസ് പറയുമ്പോൾ കുറച്ചുകൂടി ട്രിക്കിയറാണ് അല്ലേ. നമുക്കത് അത്രയും ഈസി ആയിട്ട് കാണാനും പറ്റില്ല. ആൻഡ് സോ ഇറ്റ്സ് ലെസ് ഈസി ടു ഡിറ്റക്റ്റ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ ഫീൽ ദാറ്റ് ഇസ് വൈ ആൾക്കാർ കൂടുതൽ ഡിസ്മിസ് ചെയ്യാൻ ചാൻസ് കൂടുതൽ. അത് തോന്നലാ അല്ലെ അത്രേ ഉള്ളൂ എന്നുള്ളൊരു രീതി ഡിസ്മിസ് ചെയ്യാൻ ചാൻസ് കൂടുതൽ അതുകൊണ്ടാണ്. പക്ഷെ ഓഫ് കോഴ്സ് വി ഷുഡ് ഗിവ് ഇമ്പോർട്ടൻസ് അല്ലേ. ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെ അത് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് മെൻ്റൽ ഹെൽത്ത്. ഇത് തോന്നലാണ് എന്ന് പറയുന്നവരോട് എന്താ അപ്പം അതെ നമ്മൾ എങ്ങനെയൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക? ഐ തിങ്ക് അത് ഇറ്റ് കംസ് ഫ്രം ഒരു ലാക്ക് ഓഫ് അവെയർനെസ് അല്ലേ. നമുക്ക് ആവശ്യത്തിന് അവെയർനെസ് ഇല്ലാത്തത് കൊണ്ടാവാം അത് ജസ്റ്റ് തോന്നലാണ് അല്ലെ. ഡിസ്മിസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതൽ അതുകൊണ്ടാവാം. ബിക്കോസ് ഈ ക്ലയൻറ്റ് വാട്ട് ദേ ആർ ഗോയിങ് ത്രൂ അത് ഇറ്റ്സ് ഡിഫിക്കൾട്ട് ചിലപ്പോൾ എക്സ്പ്രസ് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കാം. ആൻഡ് വേറെ ആൾക്ക് ലൈക്ക് കാണാനും ബുദ്ധിമുട്ടായിരിക്കാം റൈറ്റ്. സോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഡിസ്മിസ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. പക്ഷേ ഐ തിങ്ക് അവെയർനെസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അവയർനെസ് കൊടുക്കുന്തോറും തന്നെ ദേ മേ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദേ ആർ ഗോയിങ് ത്രൂ. ഇപ്പോഴത്തെ സിറ്റുവേഷനിലൊരു ഈ ഒരു രോഗത്തിനെ പറ്റി അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനെ പറ്റിയുള്ള ഒരു അക്സെപ്റ്റൻസ് എങ്ങനെയാണ്? ഇപ്പം പണ്ടെന്ന് പറയുമ്പോൾ കുറച്ച് നാൾ മുമ്പ് വരെ പോലും ഇങ്ങനൊരു രോഗം ഉണ്ടെന്ന് പുറത്ത് പറയാൻ പോലും ആളുകൾക്ക് പേടിയായിരുന്നു. ഇപ്പോൾ പേഷ്യൻസ് വരുമ്പോൾ അവരിൽ അങ്ങനെ അക്സെപ്റ്റൻസ് ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ കൂടെ വരുന്നവരും അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് നമ്മൾ കാണാറുണ്ട്. അതെങ്ങനെയാണ് മാനേജ് ചെയ്യുക? ഐ തിങ്ക് ആ ഒരു സ്റ്റിഗ്മ തീർച്ചയായിട്ടും പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ ഒത്തിരി വ്യത്യാസമുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടെ ആൾക്കാർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഒരു ഇപ്പോൾ പറഞ്ഞ പോലെ വീഡിയോസ് ഉണ്ട് ടു ബിൽഡ് അവയർനെസ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ സ്റ്റിഗ്മ എന്തായാലും കുറച്ചും കൂടെ ഒരു റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആക്സെപ്റ്റൻസ് ഐ ഫീൽ ഇസ് സ്റ്റിൽ യെറ്റ് അനദർ സ്റ്റെപ്പ് അല്ലേ. അവിടെ എത്താൻ ഇറ്റ് മേ ബി എ ലോങ്ങർ പ്രോസസ്. സോ ഒന്ന് ഓഫ് കോഴ്സ് ആക്സെപ്റ്റൻസ് ഇൻ ദ സെൻസ് ലൈക്ക് ക്ലയൻറ്റിന് ഒരു ഇൽനെസ് ഉണ്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കാം. ബിക്കോസ് ഇറ്റ് ഈസ് ആഫ്റ്റർ ഓൾ ഒരു ഇൽനെസ്സാണ്. അപ്പം അങ്ങനെയൊക്കെ ഒരു ആക്സെപ്റ്റൻസ് ബുദ്ധിമുട്ടായിരിക്കാം. ആൻഡ് ഐ തിങ്ക് എസ്പെഷ്യലി ദ കെയർ ഗിവേഴ്സ് അല്ലെങ്കിൽ ഫാമിലിക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിരിക്കാം. സോ ആക്സെപ്റ്റൻസ് ഇൻ ദ സെൻസ് ഐ തിങ്ക് ലൈക്ക് കുറച്ചും കൂടെ ദെയർ ഇസ് അവെയർനെസ് അബൌട്ട് ഇറ്റ്. പക്ഷേ ആക്സെപ്റ്റൻസ് മേ ബി അനദർ സ്റ്റെപ്പ് അല്ലേ. അതിലേക്ക് നമുക്ക് എങ്ങനെ എത്താൻ പറ്റുക? അത് ഐ തിങ്ക് ഇപ്പം സപ്പോസ് ഫിസിക്കൽ ഇൽനെസ് ഇപ്പം ഒരു ലൈക്ക് ക്രോണിക് ഇൽനെസ് ആയിട്ടൊരു ലെറ്റ്സ് സേ ക്യാൻസറൊക്കെ നമ്മളെങ്ങനെ ഹൗ ഡു യു ആക്സെപ്റ്റ് ഇറ്റ് റൈറ്റ്. സോ ഇറ്റ്സ് ആസ് ഡിഫിക്കൾട്ട് ആസ് ദാറ്റ് അല്ലേ. സോ ഇതിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, ഓഫ് കോഴ്സ് മാനേജ്മെൻറ്റ് ഉണ്ട്. പക്ഷേ ദെർ ഈസ് ഇറ്റ് ഡിപ്പെൻഡ്സ് അല്ലേ. സോ acceptance in the sense it is through സൈക്കോ എഡ്യൂക്കേഷൻ അല്ലെ അവർ അവയർനെസ്സിൽ കൂടെയാണ്
നമ്മൾക്ക് പതിയെ അതൊരു ആക്സെപ്റ്റൻസ് എന്നുള്ള രീതിയിൽ എത്താൻ പറ്റുന്നത്. ഈ ഒരു ഹാർമോണി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതായത് പേഷ്യൻറ്റിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അവരെ നോക്കുന്നവരും. അപ്പോൾ പേഷ്യൻ്റ് പല രീതിയിൽ ഇത് റെസ്പോണ്ട് ചെയ്യുമ്പോൾ അതനുസരിച്ച് ചിലപ്പോൾ അതിലേക്ക് എത്താൻ ചുറ്റുമുള്ളവർക്ക് ചിലപ്പോൾ പറ്റുന്നതല്ല. ചിലപ്പോൾ അവരുടെ മെൻ്റൽ ഹെൽത്തിനെയും ഒക്കെ അത് ബാധിച്ചെന്നിരിക്കും. അതിനെയൊക്കെ ഇനി അവർക്കൊരു ഹെൽപ്പ് വേണ്ടി വരുമോ? എങ്ങനെയാണ് നമുക്ക് അതിനെ ഒന്ന് മാനേജബിൾ ആക്കാൻ പറ്റുക? ഓക്കെ, സോ ഞാൻ ലൈക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യുന്നത് സംതിങ് കോൾ സൈക്കോ എഡ്യൂക്കേഷൻ. സോ വൺസ് നമ്മൾ ഈ ഒരു ക്ലയൻറ്റിന് ഒരു ഡിഫിക്കൽട്ടി ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വി ഹാവ് ടു സൈക്കോ എഡ്യൂക്കേറ്റ്. സോ പേഷ്യൻറ്റിനെ സൈക്കോ എഡ്യൂക്കേറ്റ് ചെയ്യണം. അവർ വാട്ട് ദേ ആർ ഗോയിങ് ത്രൂ, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി അവർക്ക് കൊടുക്കണം. ആൻഡ് ഓഫ് കോഴ്സ് ദ ഫാമിലി, ബിക്കോസ് ഫാമിലി ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട് ആ ക്ലയൻറ്റിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ അവർക്കും ആ ഒരു ഗ്രാസ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കാം. സോ സൈക്കോ എഡ്യൂക്കേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഇൽനെസ്സിൻ്റെ കോഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ പ്രോഗ്രസ്, അതിൻ്റെ ഡെവലപ്മെൻറ്റ് ഒക്കെ നമുക്കൊന്ന് പേഷ്യൻറ്റിനും ആൻഡ് കെയർ ഗിവേഴ്സിനും നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ശരിക്കും തെറപ്പി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ കണക്കാക്കുന്നതാണ് സൈക്കോ എഡ്യൂക്കേഷൻ. സോ ആഫ്റ്റർ നമ്മൾ ക്ലയൻറ്റിനെ കണ്ടു, വീവ് ഗോൺ ത്രൂ അസസ്മെൻറ്റ്സ്, അത് കഴിഞ്ഞിട്ടാണ് വാട്ട് വി കോൾ എസ് സൈക്കോ എഡ്യൂക്കേഷൻ. നമ്മുടെ ചുറ്റുമുള്ളവർക്ക് പലപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യമാണ് എന്താണ് ആക്ച്വലി ഒരു മെൻ്റൽ ഇൽനെസ്സിൽ കൂടെ പോകുന്നത്, അല്ലെങ്കിൽ ആ ഒരു മൈൻഡിൽ നമുക്ക് കൺട്രോളബിൾ അല്ലാതെ പോകുന്ന ആളുകൾ ശരിക്കും എന്താണ് അവരുടെ ഉള്ളിലുള്ളത് എന്ന് പുറത്തുള്ള ഒരാൾക്ക് മനസ്സിലാകാനോ അല്ലെങ്കിൽ അത് കൺവിൻസ് ചെയ്യാനോ ഭയങ്കര പാടായിരിക്കും. ആസ് എ ഡോക്ടർ എന്താണ് ശരിക്കും എന്തായിരിക്കും അവരുടെ ഉള്ളിൽ? എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനോ കൺവിൻസ് ചെയ്യാനോ പറ്റുമോ? ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇറ്റ്സ് നോട്ട് എവിഡൻറ്റ് അല്ലേ. നമുക്ക് മറ്റേ ഫിസിക്കൽ ഇൽനെസ് പോലെ അത്ര എവിഡൻറ്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോട്ട് മേ ഗെറ്റ് ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട്, അത്രയും നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഐ തിങ്ക് ഒരു ലെവൽ ഓഫ് എംപത്തി വേണം അവിടെ അല്ലേ. ഇപ്പോൾ ഈ ഒരു പേഴ്സൺ ദേ ആർ എക്സ്പ്രസ്സിങ്, അവർ പറയുന്നുണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്, ദേ ആർ എക്സ്പ്രസ്സിങ്. സോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ, വി ക്യാൻ ട്രൈ ടു സീ ഫ്രം ദെയർ പോയിന്റ് ഓഫ് വ്യൂ. അവരെന്തായിരിക്കാം ചിന്തിക്കുന്നത് നമുക്കങ്ങനെ ട്രൈ ചെയ്യാം, റൈറ്റ്. സോ ആ ഒരു എംപത്തറ്റിക് ഒരു രീതിയിൽ നമുക്കത് അപ്രോച്ച് ചെയ്യാം. ആൻഡ് അതർ ദൻ ദാറ്റ് ഐ തിങ്ക് ഇപ്പം മനസ്സിലാക്കാൻ പറ്റാത്തത് ഓഫ് കോഴ്സ് എവിഡൻ്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചത് ഒരു ഡിപ്രഷൻ പോലെ ഒരു സ്റ്റേജിലൂടെ അല്ലെങ്കിൽ ഒരു ആൻസൈറ്റി അല്ലെങ്കിൽ ഒരു OCD അവരുടെ ഉള്ളിൽ നമുക്കങ്ങനെ പറയാൻ പറ്റുമോ? ഇവരിതൊക്കെയാണ് ചിന്തിക്കാൻ സാധ്യത, ഇവരുടെ ഉള്ളിൽ ഇത്രയും വലിയ പ്രശ്നങ്ങളിലൂടെ ആയിരിക്കും ഇവർ കടന്നു പോവുക, അങ്ങനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ ഒരു എക്സാമ്പിൾ വെച്ച്? അങ്ങനെ സോ ഇവിടെ നമ്മൾ ഓഫ് കോഴ്സ് ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ ഓരോ ഇൽനെസ്സിനും ഉണ്ട് അല്ലേ. ഇപ്പം ലൈക്ക് നമ്മുടെ ഡിപ്രഷൻ്റെ പ്രസൻറ്റേഷൻ ഒരു വേ ആയിരിക്കാം, ആങ്സൈറ്റിയുടെ പ്രസൻറ്റേഷൻ വേറൊരു രീതിയിലായിരിക്കാം, ലോട്ട് ഓവർലാപ്പം വരാറുണ്ട്, റൈറ്റ്. സോ ഇതിനകത്ത് നമ്മൾ ക്ലിയർ കട്ടായിട്ട് ഓഫ് കോഴ്സ് ഡയഗ്നോസിസിലെത്തുമ്പം ക്ലിയർ കട്ടായിട്ട് പറയാം. പക്ഷേ വാട്ട് വി ആർ ലുക്കിംഗ് അറ്റ് ഇസ് ലെറ്റ്സ് സേ ഡിപ്രഷൻ തന്നെ ചിലപ്പം പല ആൾക്കാരിലും പലതുപോലെ ആയിരിക്കാം പ്രസൻറ്റ് ചെയ്യുക. പക്ഷേ മോസ്റ്റ്ലി വാട്ട് വി ആർ ലുക്കിംഗ് അറ്റ് ഇസ് ഒരു പീരീഡ് ഓഫ് ലോ മൂഡ് അല്ലേ. അപ്പോൾ ആ സമയത്ത് മേ ബി അവരുടെ ദേ മേ എൻഡ് അപ്പ് ക്രൈം. അതും ഞാൻ പറഞ്ഞല്ലോ ഓരോ ക്ലയൻറ്റിനും ഓരോ പോലെ ആയിരിക്കും. ചിലപ്പം ദേ മേ ലാഷ് ഔട്ട്, ഭയങ്കരമായിട്ട് ആങ്കർ എക്സ്പ്രസ് ചെയ്യുമായിരിക്കാം. പിന്നെ ഇറ്റ് മേ അഫക്റ്റ് എ സ്ലീപ്പ്, ദെയർ ആപ്പിറ്റൈറ്റ്, പിന്നെ ഒരു ജനറലി ഒരു ഇൻട്രസ്റ്റ് കുറവ് അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ ഇല്ലാത്ത പോലെയൊക്കെ ഒരു ഫീലിംഗ്, റൈറ്റ്. സോ ഇതൊക്കെ ആസ് ഐ സെഡ് ഇറ്റ്സ് ജസ്റ്റ് ഫ്യൂ ബിറ്റ്സ് ഓഫ് ഒരു ലൈക്ക് ഡിപ്രഷൻ നമ്മൾ പറയുമ്പോൾ. അഗൈൻ ഇത് എല്ലാവരിലും ഒരേപോലെ തന്നെ എന്താ പറയുക എക്സ്പ്രസ്ഡ് ആവണമെന്നില്ല. ബട്ട് ആസ് ഐ സെഡ് ചിലരിൽ അത് സങ്കടം പോലെ ആയിരിക്കാം, ചിലരിൽ അത് ദേഷ്യം പോലെ ആയിരിക്കാം കാണുന്നത്, റൈറ്റ്. സോ ദർ മേ ബി ഡിഫറൻസസ്. പക്ഷേ ആസ് ഐ സെഡ് ദിസ് ഈസ് ഓരോ മെൻ്റൽ ഇൽനെസ്സിനും ഒരു ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ നമ്മൾ നോക്കാറുണ്ട്. ബിക്കോസ് അത് വെച്ച് നമുക്ക് വി ക്യാൻ ദാറ്റ്സ് ദി ഓൺലി വേ വി ക്യാൻ ഡയഗ്നോസ് സംബഡി അല്ലേ. ഞാൻ ചോദിച്ചത് അങ്ങനെ ഒരാൾ എന്തൊക്കെയായിരിക്കും അവർ തിങ്ക് ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും, ലൈക്ക് അവരുടെ മൈൻഡിലൂടെ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാവാനാണ് സാധ്യത എന്ന്? സോ ഇപ്പം ഫോർ ഇൻസ്റ്റൻസ് അതിൻ്റെ ഒരു ഡെൻസിറ്റി അത് റൈറ്റ്. സോ ഇവിടെ ഐ മീൻ ഡിപ്രഷൻ പറയുമ്പോഴത്തേക്കും മോസ്റ്റ്ലി നമ്മളൊരു നെഗറ്റീവ് തിങ്കിങ് പാറ്റേൺ ആണ് കാണുന്നത്. ആൻഡ് ഇറ്റ് ഡിഫേഴ്സ് ഫ്രം അഗൈൻ പേഴ്സൺ ടു പേഴ്സൺ ഡിഫർ ചെയ്യും. പക്ഷേ നമ്മളിപ്പോൾ ഒരു ടെക്നീക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിപ്രഷനിൽ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പി എന്ന് പറയും. സോ അതിൽ നമ്മൾ ട്രൈ ചെയ്യുന്നത് ആ ഒരു നെഗറ്റീവ് ഒരു തിങ്കിങ് പാറ്റേൺ ആണ്. അപ്പോൾ അത് നമ്മൾ അഡ്രസ്സ് ചെയ്യുകയാണ്
ഇൻ ദിസ് സോർട്ട് ഓഫ് തെറപ്പി. സോ ഇവിടെ നമ്മൾ കാണുന്നത് യൂഷ്വലി ഒരു നെഗറ്റീവ് തിങ്കിങ് പാറ്റേൺ റിപ്പീറ്റഡ് ആയിട്ട് ചിലപ്പോൾ അവരെ അഫക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ആൻഡ് ദിസ് തിങ്കിങ് പാറ്റേൺ അത് ഇറ്റ് മേ ബി കമ്മിങ് ഫ്രം എന്താ പറയുക അവരുടെ എക്സ്പീരിയൻസസ്, അവരുടെ എന്താ പറയുക ഇയേഴ്സ് ഓഫ് ചെറുപ്പത്തിലെ തൊട്ട് എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഈ തിങ്കിങ് പാറ്റേൺ ഷേപ്പ് ചെയ്യുന്നത്, റൈറ്റ്. സോ അതായിരിക്കാം, ദാറ്റ് ഈസ് മോസ്റ്റ്ലി വാട്ട് വി സി, റൈറ്റ്. സോ CBT അല്ലെ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പി അതാണ് അഡ്രസ്സ് ചെയ്യുന്നത്. ഈ ഒരു ജനറ്റിക്കലി ഒരു പേഷ്യൻ്റ് അല്ലെങ്കിൽ ഒരാൾക്ക്, അതായത് ഇപ്പോൾ പാരൻറ്റിനുണ്ടെങ്കിൽ അത് കുട്ടികളിലേക്ക് എത്താനുള്ള ഒരു സാധ്യത എത്രത്തോളം ഉണ്ട്? ഡിപ്പെൻസ് ഫ്രം ഡിസോർഡർ ടു ഡിസോർഡർ കേട്ടോ. പക്ഷേ ദർ ഈസ് ഡെഫിനറ്റ്ലി ഒരു ജനറ്റിക് ആസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു രീതിയിൽ ദർ ആർ എന്താ പറയുക ഓരോ ഡിസോർഡറിനും പെർസെൻറ്റേജ് വ്യത്യാസം വരും. പക്ഷേ ലൈക്ക് നമ്മൾ ഓരോ ഇൽനെസ്സിലും കാണുന്നത് ദർസ് എ നേച്ചർ വേഴ്സസ് നേച്ചർ നമ്മൾ പറയും അല്ലേ. ഇപ്പോൾ സോ കുറേയൊക്കെ നമ്മൾ ഇപ്പോൾ ഒരാളുടെ ബിഹേവിയർ തന്നെ കുറേയൊക്കെ നമ്മൾ ചിലപ്പോൾ പേരൻസിനെ പോലെയൊക്കെ ആക്ട് ചെയ്യുന്നതായിരിക്കാം അല്ലേ, അങ്ങനെയൊക്കെ. അപ്പോൾ സോ ജനറ്റിക്കലി നമ്മൾ ആ ഒരു രീതിയിൽ ബിഹേവ് ചെയ്യാനായിട്ട് ദാറ്റ് ഈസ് വൺ പാർട്ട് ഓഫ് ഇറ്റ്. പിന്നെ നമ്മൾ പറയുന്നത് എന്താ, ദ വേ ദറ്റ് യു ബ്രോട്ട് അപ്പ് അല്ലെ, നമ്മൾ എക്സ്പോസ്ഡ് അല്ലെ ലേൺ ചെയ്തിരിക്കുന്ന കുറേ കാര്യങ്ങളും ദാറ്റ് ഈസ് ഓൾസോ വൺ പാർട്ട് ഓഫ് ഇറ്റ്. സോ അത് നമ്മൾ നേച്ചർ വേഴ്സസ് നേച്ചർ എന്ന് പറയും. സോ ഇതിൽ ഒരു എന്താ പറയുന്നത് എന്താ രണ്ട് പാർട്ടിനും ഈക്വൽ റോളുണ്ട്. ജനറ്റിക്സ് മാത്രമല്ല, ഈവൻ നമ്മുടെ അപ്ബ്രിങ്ങിങ്ങും ഒക്കെ ഹാസ് എൻ ഈക്വൽ റോൾ ഇൻ ഒരു ഡെവലപ്മെൻറ്റ് ഓഫ് തിങ്സ്. ഇപ്പം സപ്പോസ് ഞാനൊരു എക്സാമ്പിൾ പറയാം. നമുക്ക് ഇപ്പം ലെറ്റ്സ് സേ ഒരു ആൽക്കഹോൾ അബ്യൂസ് എന്നുള്ളൊരു ആസ്പെക്റ്റിൽ അത് ജനറ്റിക്കലി യു മേ ഇൻഹെറിറ്റ് എ ബിറ്റ് ഓഫ് ഇറ്റ്. പക്ഷേ സപ്പോസ് നമുക്ക് നല്ലൊരു പ്രൊട്ടക്റ്റീവ് എൻവയൺമെൻറ്റ് കിട്ടിയെന്ന് വെച്ചോ, ഇറ്റ് മേ നോട്ട് ഡെവലപ്പിംഗ് ടു എ സബ്സ്റ്റൻസ് അല്ലെ, ഒരു ആൽക്കഹോൾ ഒരു ഡിസോർഡർ. അപ്പോൾ അങ്ങനെ ജനറ്റിക്കലി നമുക്കൊരു പ്രീഡിസ്പൊസിഷൻ അല്ലെ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ പോലും അത് ചിലപ്പം നമ്മുടെ എൻവയൺമെൻറ്റ് നല്ല സപ്പോർട്ടീവ് ആയതുകൊണ്ട് ഇറ്റ് മേ നോട്ട് ഷോ. അപ്പം നേരെ തിരിച്ചു അതുപോലെ തന്നെ ആവാം, റൈറ്റ്. അപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ കൊണ്ട് ലൈക്ക് ഇപ്പോഴത്തെ ഫുഡ് ഹാബിറ്റ്സ് ആണെങ്കിലും നമ്മുടെ സോഷ്യൽ മീഡിയ ലോകമാണെങ്കിലും ഒക്കെ കൊണ്ട് ഒരുപാട് ചാൻസസ് ഉണ്ടോ ഇത് വരാൻ? ലൈഫ് സ്റ്റൈൽ ലൈക്ക് എക്സസൈസ് ചെയ്യാതെ വരുമ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഡിപ്രഷൻ അല്ലെങ്കിൽ മറ്റൊരു ഇൽനെസ്സിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം മറ്റു രോഗങ്ങളൊക്കെ ഇതുപോലെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് ബാധിക്കാറുണ്ട്, ഹാർട്ട് ഡിസീസ് ഒക്കെ. അതുപോലെ മെൻ്റൽ ഇൽനെസ് വരാൻ സാധ്യതയുണ്ടോ? സോ ഒന്ന് സംതിങ് ഞാൻ എൻ്റെ ഇവിടെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ നോട്ടീസ് ചെയ്തത്, ഇപ്പം ഈ ഒരു കോവിഡ് ടൈമിൽ കുറേ ആൾക്കാരുടെ സ്ലീപ്പ് പാറ്റേണും ഒക്കെ മാറിപ്പോയി. ലൈക്ക് ഫുൾ രാത്രി ചിലപ്പോൾ അവരെന്തെങ്കിലും ഷോസൊക്കെ കണ്ടിരുന്നു, എന്നിട്ട് ഫുൾ ഡേ ടൈം ഉറങ്ങി, അങ്ങനെ ഒരു പാറ്റേൺ ആയപ്പം ശരിക്കും നമുക്കൊരു സർക്കാഡിയൻ റിതം ഉണ്ട് അല്ലേ. ലൈക്ക് മോർണിംഗ് അല്ലെ ഡേ അവേഴ്സ് നമ്മൾ വി ആർ അവീക്ക് ആൻഡ് നൈറ്റ് അവേഴ്സ് അല്ലെ ഡാർക്കായിരിക്കും, വെളിയിൽ ഡാർക്കായിരിക്കുമ്പോൾ നമ്മളും വി ഗോ ടു സ്ലീപ്പ്. സോ അത് നമ്മുടെ സർക്കാഡിയൻ റിതമാണ്. സോ വീണ്ടും ഫോർ മൾട്ടിപ്പിൾ റീസൺസ് നമ്മൾ ചിലപ്പം വി മേ ഹാവ് ടു റിവേഴ്സ്, പക്ഷേ ആൻഡ് ഇറ്റ് മേ അഫക്റ്റ് ഡിഫറെൻറ്റ് പീപ്പിൾ ഡിഫറെൻ്റ്ലി. പക്ഷെ അതേസമയം ഒരു പ്രോപ്പർ സ്ലീപ്പ് അല്ലെങ്കിൽ പ്രോപ്പർ ഒരു ഈറ്റിംഗ് ഹാബിറ്റ്സ്, ഇതൊക്കെ ദേ ആർ ലൈഫ് സ്റ്റൈൽ ചോയ്സസ് അല്ലേ. പക്ഷേ ഇതൊക്കെ ക്യാൻ എഫക്റ്റ് യുവർ മെൻ്റൽ ഹെൽത്ത്. സോ സപ്പോസ് ഒന്നും എടുക്കണ്ട, ഒരു ഡേ വേ യു ഡിഡ് നോട്ട് ഗെറ്റ് ഇനഫ് സ്ലീപ്പ് അല്ലേ, ഒരു ഡിസ്റ്റർബ്ഡ് അല്ലെ, ഒരു 2 മണിക്കൂറേ ഉറങ്ങാൻ കിട്ടിയുള്ളൂ, അടുത്ത ദിവസം പ്രൊഡക്ടിവിറ്റി കുറവായിരിക്കാം, റൈറ്റ്. സോ ഇറ്റ് ഈസ് ദാറ്റ് സിമ്പിൾ. സോ നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമ്മൾ എടുക്കുന്ന ചോയ്സസ് വിൽ ഹാവ് എൻ എഫക്റ്റ് ഓൺ യുവർ മെൻ്റൽ ഹെൽത്ത് ഓൾസോ. അപ്പോൾ അതിനുള്ള ചാൻസസ് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ നല്ലപോലെ ഫോളോ ചെയ്യുന്നത് ഇതിന് തീർച്ചയായിട്ടും ഒരു എഫക്റ്റ് ഉണ്ട്. സോ ഇൻ ദ സെൻസ് ഇപ്പം ലെറ്റ്സ് ടേക്ക് എക്സസൈസ് എന്ന് പറഞ്ഞല്ലോ. അപ്പം എല്ലാവരും എക്സസൈസ് ചെയ്യുന്നു എന്നല്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് നമ്മളൊരു ഇപ്പം ലെറ്റ്സ് ടേക്ക് നമ്മളൊരു വിഗ്രസ് ആയിട്ട് എന്തെങ്കിലും എക്സസൈസ് ചെയ്യുമ്പം ദർ ആർ എൻഡോർഫിൻസ് പ്രൊഡ്യൂസ് അല്ലേ നമ്മുടെ ബ്രെയിനിൽ. സോ ദാറ്റ് ഈസ് എ കെമിക്കൽ വിച്ച് മേക്സ് യു ഫീൽ എ ലിറ്റിൽ ഗുഡ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചോയ്സസ് ഒക്കെ കുറച്ച് ട്വീക്ക് ചെയ്താൽ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ പറ്റും, റൈറ്റ്. പക്ഷേ ഓഫ് കോഴ്സ് നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ ദർ ആർ തിങ്സ് ദറ്റ് യു ഹാവ് കൺട്രോൾ ഓവർ, തിങ്സ് യു ഡോണ്ട് ഹാവ് കൺട്രോൾ ഓവർ. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കുറച്ചൊക്കെ നമുക്കൊരു ഹെൽപ്പ് കൂടെ സീക്ക് ചെയ്തിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ കുറച്ച് ശ്രദ്ധിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇഫ് യു ലുക്കിംഗ് അറ്റ് ഫ്രം എ മെൻ്റൽ ഇൽനെസ് പോയിന്റ് ഓഫ് വ്യൂ. പക്ഷേ മെൻ്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും നമുക്കിതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളല്ലോ. ലൈക്ക് നമ്മുടെ ഫുഡ് ഒരു പ്രോപ്പർ ഹെൽത്തി ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ പ്രോപ്പർ സ്ലീപ്പ് കിട്ടുക, പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കുക, ഇതൊക്കെ ഇറ്റ് മേ സീം സിമ്പിൾ, പക്ഷേ ഇത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ കുറച്ച് എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, റൈറ്റ്. സോ മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും ഇതൊക്കെ നമുക്ക് ചെയ്യാം.
ഇതിൻ്റെ ഒരു സയൻസ് ഉണ്ടല്ലോ, ലൈക്ക് ഓരോ ഇപ്പോൾ ഏതൊരു അസുഖത്തിനെ പോലെയും ഇതിനും കാണുമല്ലോ എന്തെങ്കിലും ഒരു സയൻസ് ഉണ്ടാവും. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അത് അങ്ങനെ വരുമ്പോൾ ഇതുള്ളവർക്ക് തൻ്റെ പ്രശ്നം എന്താണ്, ഇതെന്താണ് നമ്മുടെ ബ്രെയിനിൽ സംഭവിക്കാമെന്നൊരു ഐഡിയ കിട്ടാൻ. റൈറ്റ്. സോ തീർച്ചയായിട്ടും ദിസ് ഇസ് എ സയൻറ്റിഫിക് ഒരു സ്റ്റഡി തന്നെയാണല്ലോ നമ്മൾ സൈക്കോളജി എന്ന് പറയുന്നത്. സോ ഇവിടെ ഒരു മെൻ്റൽ ഇൽനെസ് ഉള്ള ഒരാളുടെ ആക്ച്വലി ദേവ് ഷോൺ, ഇപ്പം നമ്മൾ MRI സ്കാൻസും അല്ലെങ്കിൽ ബ്രെയിൻ ഇമേജ് സ്കാൻസും നോക്കുമ്പോഴത്തേക്കും ദർ മേ ബി സ്ട്രക്ചറൽ ഡിഫറൻസസ് തന്നെ. ഓക്കെ, ഒരു മെൻ്റലി ഹെൽത്തി ആയിട്ടുള്ള ഒരാളും മെൻ്റലി ഇല്ലായിട്ടുള്ള ഒരാളും ഓവർ ടൈം നമ്മുടെ ബ്രെയിനിലെ സ്ട്രക്ചർ തന്നെ വ്യത്യാസം വരാം. റൈറ്റ്. സോ ദാറ്റ് ഈസ് വൺ ആസ്പെക്ട്. പിന്നെ നമ്മുടെ ബ്രെയിനിൽ കുറേ കെമിക്കൽസ് ഉണ്ട് അല്ലേ, ഇപ്പോൾ ഡോപ്പമൈൻ, സെറട്ടോണിൻ എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ അതിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസം വരുമ്പോഴും നമ്മുടെ മൂഡിൽ കുറച്ച് ചേഞ്ചസ് വരാം. റൈറ്റ്. സോ ഇതിൽ കുറച്ചൊക്കെ ലൈക്ക് എന്താ പറയുക, സം ഓഫ് ഇറ്റ് ഈസ് വിത്തിൻ ആർ കൺട്രോൾ, ബട്ട് മേ ബി a lot of it is not within our control. So മെഡിക്കേഷൻ കൊണ്ടൊക്കെ ഈ കെമിക്കൽസൊക്കെ കുറച്ചൊക്കെ ഒരു സ്റ്റെബിലൈസ്ഡ് ആവാറുണ്ട്. സോ അതുകൊണ്ട് ഞാൻ ലൈക്ക് നമ്മൾ ചില കേസസിൽ മെഡിക്കേഷൻ മേ ബി നെസസറി. റൈറ്റ്. സോ അതുകൊണ്ട് ഈ കെമിക്കൽസിൻ്റെ ഒക്കെ ഒരു സ്റ്റെബിലൈസേഷൻ വരുമ്പോൾ തന്നെ മേ ബി സം ഓഫ് ദ സിംറ്റംസ് കുറേ കൂടെ ഒരു മാനേജബിൾ ആകും. പിന്നെ വിത്ത് തെറപ്പി അലോങ് സൈഡ് വിത്ത് ദാറ്റ് നമുക്ക് കുറച്ചുകൂടെ ഒരു ബെറ്റർ പ്രോഗ്നോസിസ് കാണാറുണ്ട്. ഈ ഒരു നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട് നമ്മുടെ ഇമോഷൻസിന്, തോട്ട്സിനൊക്കെ ബ്രെയിനിലൊരു പോയിന്റ് ഉണ്ട് അവിടെ. അതിനെപ്പറ്റിയൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അതിനെന്തെങ്കിലും? സോ നമ്മുടെ ബ്രെയിനിൽ ഇപ്പോൾ പറഞ്ഞ പോലെ ദർ ആർ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ആ ബ്രെയിൻ ദർ ആർ ഇൻവോൾവ് അല്ലേ. ഇപ്പം നമ്മൾ അമിഗ്ഡല എന്ന് പറയും, ദാറ്റ് ഈസ് ഇൻവോൾവ്ഡ് ഇൻ ഇമോഷൻ പ്രോസസ്സിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സോ നമ്മൾ പെട്ടെന്ന് എന്താ പറയുക, ഇഫ് യു ഗെറ്റിംഗ് ആംഗ്രി, ഇഫ് യു ഗെറ്റിംഗ് സാഡ്, ആ ഒരു ഏരിയ ആയിരിക്കും ലൈറ്റ്സ് അപ്പ് ഇൻ ദ ബ്രെയിൻ. സോ വീണ്ടും ദർ ഇസ് എ ലോട്ട് ഓഫ് റിസർച്ച് ഗോയിങ് ആണ് അല്ലേ. ഇപ്പം ലൈവ് ബ്രെയിൻ ഇൻ ആക്ഷൻ എന്നുള്ളൊരു രീതി തന്നെ നമുക്ക് കാണാൻ പറ്റാറുണ്ട്. സോ ദീസ് ആർ സർട്ടൻ ഏരിയസ്. അമിഗ്ഡല മാത്രമല്ല കേട്ടോ, ദർ ഇസ് മൾട്ടിപ്പിൾ ഏരിയാസ് ഇൻവോൾവ്ഡ് ഇൻ ഇമോഷൻസ് അങ്ങനത്തെ പ്രോസസ്സിങ്. പിന്നെ നമ്മൾ മേ ബി ഇപ്പോൾ ഇമോഷൻസ് പറഞ്ഞ പോലെ തന്നെ മറ്റേ ഒരു രീതി നോക്കുകയാണെങ്കിൽ നമ്മൾ പറയും പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ്. ഇപ്പോൾ അതാണ് ഏറ്റവും ലാസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. സോ ആ ഏരിയയാണ് യൂഷ്വലി പ്ലാനിങ്, ഡിസിഷൻ മേക്കിംഗ്, കുറച്ചും കൂടെ ഒരു ഹയർ ഓർഡർ ഫങ്ഷനിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ് മാനേജ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ദ ലാസ്റ്റ് ഡെവലപ്പ്. സോ അതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. സോ അതുകൊണ്ട് തന്നെ ഈ ലൈക്ക് എന്താ പറയുക, പ്ലാനിങ്, ജഡ്ജ്മെൻറ്റ് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളായിരിക്കാം ഏറ്റവും ഒരാൾ ഡെവലപ്പ് ചെയ്തതിൽ ലാസ്റ്റ് എത്തുന്ന കാര്യങ്ങളാണ് അതൊക്കെ. സോ ഒരു ഇമോഷണൽ ഒരു ആസ്പെക്റ്റ് നമ്മൾ നോക്കി ബ്രെയിനിൽ, അതേപോലെ തന്നെ പല ഫങ്ഷൻസിന്, ഇപ്പോൾ നമ്മുടെ കൈയൊക്കെ അനക്കുന്നതിന്, അതിനൊക്കെ ബ്രെയിനിന് ഏരിയാസ് ഉണ്ട്. ആ ഒരു ഇത് എങ്ങനെയാണ് മെൻ്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് അതിന് എന്തെങ്കിലും വേരിയേഷൻസോ അതിലെന്തെങ്കിലും സ്റ്റിഗ്മ ആയിട്ടോ എന്തെങ്കിലും തോട്ട്സ് ആയിട്ടോ നിൽക്കുന്നത് കൊണ്ടായിരിക്കുമോ? ഇപ്പോൾ ഇങ്ങനെ അമിഗ്ഡല പോലെയുള്ള ഓരോ ഓർഗൻസ് ഉണ്ടെന്ന് പറയുന്നു, അതിലുണ്ടാകുന്ന എന്ത് തോട്ട് പ്രോസസ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തൊരു മാറ്റമായിരിക്കാം ഒരാളുടെ പേടിയോ അല്ലെങ്കിൽ ആൻസൈറ്റിയോ പോലുള്ള ഒരു ഇതിലേക്ക്? സോ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ബ്രെയിൻ ഓഫ് കോഴ്സ് സ്റ്റഡി ചെയ്ത് ഇവിടെ വരെ എത്തിയതല്ലേ. സോ ഇപ്പം ലെറ്റ്സ് ടേക്ക് പണ്ടത്തെ കാലത്തിൽ അവർ സ്റ്റഡി ചെയ്തത് എങ്ങനെയാണ്, ഒരു ലൈക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചു ആൻഡ് ദേ ലുക്ക് അറ്റ് ദ റിസൾട്ട് ഓഫ് ദ ആക്സിഡൻറ്റ്. ഇപ്പം ഞങ്ങൾ സൈക്കോളജിയിൽ ഫേമസ് ആയിട്ട് കുറച്ച് കേസസ് ഇങ്ങനെ പഠിക്കാറുണ്ട്. സോ അവിടെ ഒരു ഫീനിയസ് ഗേജ് എന്ന് പറഞ്ഞൊരു കേസുണ്ട്. അതിനകത്ത് നമ്മൾ ബേസിക്കലി ആളുടെ തലയിൽ കൂടെ ഒരു റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങുകയാണ്. റൈറ്റ്. ആൻഡ് ദെൻ ദേ സ്റ്റഡി ഹിം ആഫ്റ്റർവേർഡ്. സോ സർപ്രൈസിംഗ്ലി ആൾ കോൺഷ്യസ് ആയിരുന്നു. ഹോസ്പിറ്റലിൽ എത്തുന്നവരെ ആൾ കോൺഷ്യസ് ആയിരുന്നു. ആൻഡ് വാട്ട് വി അണ്ടർസ്റ്റാൻഡ് ഇസ് ആളുടെ ഈ ഒരു ഓഫ് കോഴ്സ് അത്രയും ഭാഗത്തെ ബ്രെയിൻ ഡാമേജ്ഡ് ആയിപ്പോയി. റൈറ്റ്. പക്ഷെ അത് കഴിയുമ്പോൾ എന്താ, ഹീ ഈസ് ഹാവിങ് എ പേഴ്സണാലിറ്റി ചേഞ്ച് ഓൾ ടുഗെദർ. സോ ആളുടെ ഫ്രണ്ടിൽ ലോബിലെ ഏരിയാസ് അഫക്റ്റഡ് ആയതുകൊണ്ടാണ് നൗ വി നോ ദാറ്റ് പേഴ്സണാലിറ്റി ചേഞ്ചസ് ഒക്കെ കാണിച്ച് തുടങ്ങിയത്. റൈറ്റ്. സോ അതേപോലെ തന്നെ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബ്രെയിൻ എഫക്റ്റഡ് ആവുന്ന പോലെ ഇപ്പം റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ്സ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എനി സോർട്ട് ഓഫ് ബ്രെയിൻ ഇഞ്ചറി കഴിഞ്ഞാലും വി സീ റിസൾട്ടിങ് ചേഞ്ചസ്. സോ തീർച്ചയായിട്ടും നമ്മുടെ ബ്രെയിൻ ഈസ് ലൈക്ക് പ്രോസസ്സിങ് ദ നമ്മൾക്ക് ഇപ്പോൾ സെൻസ് ഓർഗൻസിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ അവർ പ്രോസസ്സ് ചെയ്യുന്നു. മെമ്മറി ചിലപ്പം
if you are repeating the information, it gets stored ഷോർട്ട് ടേം മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാം. പിന്നെയും നമ്മളത് പഠിച്ചൊരു മാറ്റർ ആണെങ്കിൽ ഇറ്റ് ഗെറ്റ് സ്റ്റോർഡ് ഇൻ ദ ലോങ് ടേം മെമ്മറി. റൈറ്റ്? സോ അങ്ങനെ ഓഫ് കോഴ്സ് there's a lot of things going on. നമ്മളറിയാതെ തന്നെ ഒത്തിരി കാര്യങ്ങൾ നാളെ സംഭവിക്കുന്നുണ്ട്. ബ്രെയിനിൽ ഇപ്പം there are neurons അല്ലേ? ഇപ്പം ന്യൂറോൺസ് പറയുമ്പോഴത്തേക്കും ബ്രെയിൻസ് അല്ല. അപ്പം അവിടെ ഈ ഇൻഫർമേഷൻ പലയിടത്തുനിന്ന് സെൻസ് ഓർഗൻസിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ അത് പ്രോസസ്സ് ചെയ്ത് എൻ്റെ ക്യാരിങ് ഇറ്റ് ഔട്ട് അല്ലേ? ഇപ്പം നമ്മൾ എന്താ ഫോർ എനി ആക്ഷൻ ഫോർ ദാറ്റ് മാറ്റർ, ഞാനിപ്പോൾ ഇത് എടുക്കുകയാണ് എന്നുള്ളൊരു ആസ്പെക്റ്റ് തന്നെ ഐ എം സെൻഡിങ് എ സിഗ്നൽ ടു ദ ബ്രെയിൻ അല്ലേ? അപ്പം അത് നമ്മൾ എഫേർട്ട്ലെസ് ആയിട്ട് നമ്മൾ ഇറ്റ്സ് ഹാപ്പനിങ്. പക്ഷേ ശരിക്കും ഈ ന്യൂറോൺസിൽ ഇങ്ങനെ ഫയർ ചെയ്ത് പല ന്യൂറോൺസ് ഫയർ ചെയ്തിട്ട് ആ ആക്ഷൻ ക്യാരി ഫോർവേഡ് ചെയ്യുന്നത്. റൈറ്റ്? സോ ലൈക്ക് മെൻ്റൽ ഹെൽത്ത് പോയിന്റ് ഓഫ് വ്യൂ എനിക്ക് മനസ്സിലാവുന്നത് ദർ ആർ സർട്ടൻ തിങ്സ് ലൈക്ക് ചില ആക്ടിവിറ്റീസ് ഫോർ എക്സാമ്പിൾ യു മെൻഷൻ എക്സസൈസ് അല്ലേ? സോ അങ്ങനത്തെ ആക്ഷൻസ് നമ്മൾ ഏർപ്പെടുമ്പോഴേക്കും ഇറ്റ് ഡസ് ഹാവ് എൻ ഇഫക്റ്റ് ഓൺ ദ ബ്രെയിൻ. റൈറ്റ്? ഇറ്റ് സർട്ടൻ കെമിക്കൽസ് ഇപ്പം ഡോപ്പമീൻ, സെറോട്ടോണിൻ അതൊക്കെ ഇൻക്രീസ് ആകുമ്പോഴേക്കും നമുക്കൊരു ഫീൽ ഗുഡ് ഫീൽ ലൈക്ക് ഇപ്പം ഒരു നല്ലൊരു ബിഗ് ബാർ ഓഫ് ചോക്ലേറ്റ് കഴിച്ചു, ഇറ്റ് ഈസ് ഗോയിങ് ടു മേക്ക് യു ഫീൽ ബെറ്റർ. വീണ്ടും കൺസിഡറിങ് എവറിത്തിങ് എൽസ് ഇസ് ഓക്കെ, റൈറ്റ്? ഇറ്റ് വിൽ മേക്ക് യു ഫീൽ ബെറ്റർ അല്ലേ? സോ എന്തുകൊണ്ടാണ് ഈ ഒരു ഡോപ്പമീൻ ഒരു ചെറിയ റിവാർഡ് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു, റൈറ്റ്? സോ സിമ്പിൾ കാര്യങ്ങളൊക്കെ ഇറ്റ് ഹാസ് എൻ എഫക്റ്റ് ഓൺ ആ ബ്രെയിൻ. അതുപോലെ തന്നെയാണ് അപ്പം നെഗറ്റീവ് തോട്ട്സ് വരുമ്പോഴും തീർച്ചയായിട്ടും ഇപ്പം നെഗറ്റീവ് തോട്ട്സും വീണ്ടും ഇറ്റ്സ് നോട്ട് പോപ്പിംഗ് ഔട്ട് ഓഫ് നോ വെയർ അല്ലേ? ചിലപ്പോൾ അത് നമ്മൾ സംതിങ് ദാറ്റ് യുവർ ലേൺഡ് ഇൻ ദ പാസ്റ്റ് ആവാം, അല്ലെങ്കിൽ ഇറ്റ് കെൻ ബി നമ്മളെന്തെങ്കിലും നെഗറ്റീവായിട്ട് എക്സ്പോസ്ഡ് ആയിട്ടുള്ളപ്പോൾ വരുന്നതാവാം, റൈറ്റ്? സോ ഇതിലും നെഗറ്റീവ് തോട്ട്സും അതുപോലെ തന്നെ നമ്മൾ അവെയർ ആയിരിക്കില്ല ചിലപ്പോൾ, റൈറ്റ്? സോ എല്ലാവർക്കും തന്നെ നെഗറ്റീവ് തോട്ട്സ് വരാം അല്ലേ? ആൻഡ് നമ്മൾ അതിനാവശ്യത്തിന് അവയർനെസ് കൊടുത്തിട്ടില്ലെങ്കിൽ ഇറ്റ് മേ ഫെസ്റ്റർ അല്ലേ? സോ അതുകൊണ്ട് ഐഡിയ ഈസ് അറ്റ്ലീസ്റ്റ് നമ്മൾ ആസ് എ സെഡ് CBT നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ കുറച്ചും കൂടെ അവയർനെസ് കൊടുക്കുക ഈ നെഗറ്റീവ് തോട്ട്സിന്, റൈറ്റ്? ഇത് നമ്മൾ കൺട്രോളബിളായിട്ട് അങ്ങനെ വിടുവല്ല. വി ആർ ട്രൈങ് ടു സീ വാട്ട് ഇസ് എക്സാക്ട്ലി ഹാപ്പനിങ് അല്ലേ? ഇപ്പം തെറപ്പി എന്ന് പറയുമ്പോൾ കൂടുതലും ടോക്ക് എന്നുള്ളൊരു രീതിയിലാണ്. പക്ഷേ അതേസമയം കെമിക്കൽ ഒരു ആസ്പെക്റ്റിൽ മേ ബി ആസ് ഐ മെൻഷൻ മെഡിക്കേഷൻ. അത് നമുക്ക് എങ്ങനെ റിയലൈസ് ചെയ്യാൻ പറ്റും? ലൈക്ക് നമുക്ക് മെഡിക്കേഷൻ ആണോ ആവശ്യം, അതോ നമുക്ക് തെറാപ്പി മതിയാകുമോ, അതോ രണ്ടും വേണോ? ഓക്കെ, സോ ഇവിടെ കുറേയൊക്കെ ഐ ഫീൽ നമ്മൾ വിത്ത് പ്രാക്ടീസ് നമ്മൾ കാണുന്നതാണല്ലോ. സോ വീണ്ടും ഒരു സിവിയറിറ്റി അവരുടെ വാട്ട് ദേ ഡീലിംഗ് വിത്ത്, അതും വി ഹാവ് ടു കീപ് ദാറ്റ് ഇൻ മൈൻഡ് അല്ലേ? സോ ഇപ്പോൾ ഒരു ക്ലയൻറ്റ് യു ഫീൽ സോ മോസ്റ്റ് ഓഫൻ വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ് ഇസ് അവരൊരു ലൈക്ക് ഇഫ് ദേ ഹാവിങ് എ ലോട്ട് ഓഫ് ഡിസ്ട്രെസ്, അവരുടെ സ്ലീപ്പും ആപ്പറ്റൈറ്റും ഒക്കെ അവരുടെ ഫങ്ഷനിങ് അഫക്റ്റഡ് ആണെങ്കിൽ ദേ മേ നീഡ് മെഡിക്കേഷൻ ആസ് വെൽ, റൈറ്റ്? സോ അതുകൊണ്ട് ഇപ്പം സപ്പോസ് എൻ്റെ അടുത്ത് ആദ്യം ക്ലയൻറ്റ് വരുന്നത്, ഐ ഹാവ് ദറ്റ് റെസ്പോൺസിബിലിറ്റി ടു റെഫർ, നമുക്കൊരു ഡോക്ടറിന് റെഫർ ചെയ്യണം ആ സമയത്ത്, റൈറ്റ്? അതേസമയം നമുക്ക് തിരിച്ചും വരാറുണ്ട്, ലൈക്ക് സൈക്കാട്രി ഡോക്ടറെ കണ്ടു കഴിഞ്ഞിട്ട് തെറപ്പിയുടെ ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുവാണെങ്കിൽ ദേ മേ റെഫർ ടു അസ് ഓൾസോ. സോ അങ്ങനെ വി വർക്ക് ഹാൻഡ് ഇൻ ഹാൻഡ്. സോ എല്ലാ ക്ലയൻസിനും മെഡിക്കേഷൻ വേണം എന്നല്ല. ആൻഡ് മോസ്റ്റ് ഓഫ് നമ്മൾ കാണുന്നത് എന്താ, മെഡിക്കേഷൻ എടുക്കുന്ന ക്ലയൻസ് ആണെങ്കിൽ പോലും തെറപ്പിയും കൂടെ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അത്രയും മോർ ഇഫക്റ്റ്, റൈറ്റ്? മെഡിക്കേഷൻ അലോൺ, തെറപ്പി അലോണിലും ബെറ്റർ, രണ്ടും ഒന്നിച്ച്. വീണ്ടും എല്ലാ കേസിനും മെഡിക്കേഷൻ വേണം എന്നല്ല, പക്ഷേ മെഡിക്കേഷൻ എടുക്കുന്ന ആൾക്കാർക്ക് തെറപ്പി ഓൾസോ ഹെൽപ്സ് ഇഫ് ഇറ്റ്സ് ഗോയിങ് സൈഡ് ബൈ സൈഡ്.